തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചില വാനരന്മാർ ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ടെന്ന പരിഹാസം. സ്വയം കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമാണ് സുരേഷ് ഗോപിയുടേതെന്ന് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സംസ്ഥാനതല കർഷക ദിനാഘോഷം തൃശൂരിൽ നടന്നു. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നിയമം മാറ്റണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാർഷിക കലണ്ടറിൽ മാറ്റം വരുത്തണമെന്ന് മുഖ്യമന്ത്രി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. ഇടഞ്ഞത് കൊമ്പൻ കുളക്കാടൻ കുട്ടികൃഷ്ണൻ. ആനയെ പിന്നീട് തളച്ചു. തൃശൂർ ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. 20 വരെ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും. അയ്യന്തോൾ മോഡൽ റോഡിന്റെ പണി നിലച്ചിട്ട് 9 വർഷം. റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. വാഹനാപകടങ്ങൾ പെരുകുന്നു. പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ജനകീയ സമിതി. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. രൂക്ഷമായ ദുർഗന്ധത്തിൽ വലഞ്ഞ യാത്രക്കാർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ശക്തൻ തമ്പുരാൻ ശക്തനായ ഭരണാധികാരിയായിരുന്നുവെന്നും ആ ശക്തനെ തിരിച്ചുപിടിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ശക്തൻ തമ്പുരാന്റെ ആത്മാവ് ഉൾക്കൊണ്ട് പ്രവർത്തനം നടത്തുമെന്നും കൂട്ടിച്ചേർത്തു. താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്തം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുമല്ലെങ്കിൽ കേസ് സുപ്രീം കോടതിയിലെത്തുമ്പോൾ അവിടെ ചോദിക്കാം. കേന്ദ്രമന്ത്രി ആയതിനാലാണ് പ്രതികരിക്കാതിരുന്നത്. ചില വാനരന്മാർ ഉന്നയിക്കലുമായി ഇറങ്ങി. അക്കരെയും ഇക്കരെയുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവർ കോടതിയിൽ പോകട്ടെ. കോടതിയും അവർക്ക് മറുപടി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയെ പരിഹസിച്ച് സുരേഷ് ഗോപി പ്രതികരിച്ചു. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ അല്ലേ? ഇക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ പറ. ആരോപണങ്ങളുമായി ഇറങ്ങിയ വാനരന്മാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കട്ടെ എന്നും ചോദ്യങ്ങൾക്ക് കമ്മീഷനാണ് മറുപടി പറയേണ്ടതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ഇറങ്ങിയവരെ വാനരന്മാരോട് ഉപമിച്ച സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് മറുപടിയുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കണ്ണാടിയിൽ നോക്കിയുള്ള പരാമർശമാണ് സുരേഷ് ഗോപി നടത്തിയതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അനധികൃതമായി വോട്ട് ചേർത്ത വിഷയമാണ് കോൺഗ്രസ് ഉന്നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ MP എന്ന നിലയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കണ്ണാടിയിൽ നോക്കാതെ, TV-യിൽ വരുന്ന വാർത്തയാണെങ്കിൽ TV-യുടെ മോണിറ്ററോ പത്രങ്ങളിലാണെങ്കിൽ പത്രം വായിച്ചിട്ടോ മറുപടി പറയാൻ ബഹുമാനനായ MP തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ പ്രയോഗത്തിലൂടെ തൃശ്ശൂരിലെ വോട്ടർമാരെയും ജനങ്ങളെയും അവഹേളിച്ചിരിക്കുകയാണ്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ നാളെ മൊഴി നൽകാൻ TN പ്രതാപന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ നോട്ടീസ്. മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരല്ലാത്ത സുരേഷ് ഗോപി ഉൾപ്പെടെ 11 പേർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ബൂത്ത് നമ്പർ 115-ൽ വോട്ട് ചേർത്തത് വ്യാജ സത്യവാങ്മൂലം നൽകിയാണെന്ന് കാണിച്ചാണ് പ്രതാപൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. പരാതിയിന്മേലുള്ള അന്വേഷണം കമ്മീഷണർ ACPക്ക് കൈമാറുകയായിരുന്നു. തൃശൂരിൽ BJP പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുമെന്ന് തനിക്ക് നേരത്തെ വിവരം ലഭിച്ചുവെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി ശുഭ സുരേന്ദ്രൻ. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിലൂടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരിൽ നിന്നാണ് വിവരങ്ങൾ ലഭിച്ചത്. പോലീസുകാർ മാത്രമല്ല, എല്ലാ മേഖലയിലും പ്രമുഖരുമായി ആശയവിനിമയം നടത്താറുണ്ടെന്നും അവർ വിശദീകരിച്ചു. ടോൾ സമരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പഴയ വീഡിയോ, ഒരു വലിയ മാധ്യമങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല.
മാധ്യമങ്ങളെല്ലാം ചിതറി ഓടി. TCV ചാനലിൽ മാത്രമാണ് ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. എന്നെ വളഞ്ഞിട്ട് എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും തല്ലാനും സർജറി നടത്തുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാനും അന്ന് നേതൃത്വം കൊടുത്ത ഒരു പോലീസ് അധികാരി ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ആ സമരം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ മാന്യത കൊണ്ട് ഞാൻ പറഞ്ഞോ, എന്നെ അടിച്ചു, എൻ്റെ തല പൊളിച്ചു, എന്നെ ആശുപത്രിയിൽ 8 ദിവസക്കാലം ഞാൻ കിടന്നു. അതിനുശേഷമാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്. ആ പോലീസ് അധികാരി ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. എന്താ പറയാതിരുന്നത്? കാരണം അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. സമരം നടക്കുന്ന സമയത്ത് അടിക്കും, സമരം നടത്തുന്ന സമയത്ത് ജലപീരങ്കി പ്രയോഗിക്കും, സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളെ ആക്രമിക്കും. അതെങ്ങനെയാണ്? നേർക്ക് നേർ നിന്നുകൊണ്ടാണ്. എന്നാൽ പിറകിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ അടിച്ച് ഇല്ലാതാക്കി കളയാമെന്നുള്ള വ്യാമോഹത്തോടു കൂടി പടിയെടുക്കുന്നവർക്ക് താമ്രപത്രവും, എന്നാൽ സത്യസന്ധമായി BJP-ക്കാർ ഇവിടെ നിലനിൽക്കണം ആരോഗ്യത്തോടു കൂടി എന്ന് ആഗ്രഹിക്കുന്നവരെ ചുറ്റി വളഞ്ഞ് പരിശോധന നടത്തിയിട്ടൊന്നും ഒരു ഉണ്ടയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ വിനയത്തോടു കൂടി സ്നേഹത്തോടു കൂടി മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ അറിയിക്കുക. വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നിയമം മാറ്റണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനതല കർഷക ദിനാഘോഷം തൃശൂരിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ കാർഷിക മേഖല വളർച്ചയുടെ പാതയിലാണെന്നും ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം വളർച്ച കൈവരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. സമഗ്ര കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിച്ചു. ലോകബാങ്കിന്റെ സഹകരണത്തോടെ 2365 കോടി രൂപയുടെ കേര പദ്ധതി നടപ്പിലാക്കുകയാണ്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകബാങ്കിന്റെ ബൃഹത് പദ്ധതി കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 150ലധികം അഗ്രിടെക് സ്റ്റാർട്ടപ്പുകൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞു. വന്യമൃഗശല്യം തടയാൻ കേന്ദ്ര നിയമത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കർഷകൻ ജോസ് പള്ളൻ, കർഷക തൊഴിലാളി AR സംഗീത എന്നിവരെ മന്ത്രി K. രാജൻ ആദരിച്ചു. കർഷക അവാർഡ് ജേതാക്കളുടെ വിജയഗാഥ കോർത്തിണക്കിയ ഹരിതഗാഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. മേയർ M. K. വർഗീസ്, MLA-മാരായ P. ബാലചന്ദ്രൻ, N. K. അക്ബർ, AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, UR പ്രദീപ്, സനീഷ് കുമാർ ജോസഫ്, VR സുനിൽകുമാർ, സേവ്യർ ചിറ്റിലപ്പള്ളി, ET ടൈസൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. TCV തൃശൂർ. കർഷക ദിനത്തിൽ വ്യത്യസ്തനായ ഒരു കർഷകനെ പരിചയപ്പെടാം. ഫാൽക്കൺ ഗ്രൂപ്പ് എന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ചുക്കാൻ പിടിക്കുമ്പോഴും കൃഷിയിടത്തിലാണ് മൊയ്തുണ്ണിയുടെ മനസ്സ്. കൃഷിയും വളർത്തു ജീവികളും മൊയ്തുണ്ണിക്ക് ജീവവായുവാണ്. പെരുമ്പിലാവിലെ വീടിനോട് ചേർന്നുള്ള 12 ഏക്കർ കൃഷിയിടത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും മൊയ്തുണ്ണി വെറുതെ ഇട്ടിട്ടില്ല. കമുക്, തെങ്ങ്, കുരുമുളക്, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വിവിധയിനം വാഴകൾ, ഫലവൃക്ഷങ്ങൾ തുടങ്ങി ഒട്ടേറെ നാടൻ വിളകൾ തഴച്ചു വളരുന്നു. കൂടാതെ വിദേശ ഫലവർഗ്ഗങ്ങളും ഇവിടുത്തെ അപൂർവ കാഴ്ചയാണ്. 10 ഏക്കറോളം വിസ്തൃതമായിട്ടുള്ള ഈ പ്ലോട്ടിൽ ഇഷ്ടംപോലെ പലതരത്തിലുള്ള വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സും അതേപോലെ പശുഫാമാണെങ്കിലും ആടിൻ്റെയും കോഴികളുടെയും ഒക്കെ ഫാമൊക്കെ ആണെങ്കിലും ഇവർക്കതൊരു പുതിയ അനുഭവമാണ്. എനിക്ക് തീർച്ചയായിട്ടും നിശ്ചയമുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നാളെ അഗ്രികൾച്ചറിലേക്ക്, കൃഷിയിലേക്കും മണ്ണിലേക്കും മടങ്ങുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. 35 പശുക്കളുള്ള ഹൈടെക് തൊഴുത്ത്, ആടുകളുടെ കൂട്, വീട്ടുമുറ്റത്ത് വിഹരിക്കുന്ന കോഴികളും താറാവുകളും, ലക്ഷങ്ങൾ വിലമതിക്കുന്ന അപൂർവ ഇനം അലങ്കാര പക്ഷികൾ, ഇവയെല്ലാം അണമുറിയാത്ത സംഗീതത്തിന്റെ കൂട്ടോടെ സന്തോഷമായി കഴിയുന്നു. കർഷക കുടുംബത്തിലാണ് മൊയ്തുണ്ണിയുടെ ജനനം. പിതാവ് മുഹമ്മദിൽ നിന്നാണ് കൃഷി അറിവുകൾ പകർന്നു കിട്ടിയത്. പണ്ട് കൃഷി മാത്രമായിരുന്നു വരുമാനം. പിന്നീട് വിദേശത്ത് പോയി. അവിടെ തുടങ്ങിയ ചെറിയ കച്ചവടത്തിൽ നിന്ന് വലിയ വ്യവസായ ഗ്രൂപ്പിലേക്ക് വളർന്നു. പ്രതിസന്ധികളിൽ തളരാതെ നിർത്തിയത് പണ്ട് കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിച്ച ഊർജ്ജമായിരുന്നുവെന്ന് മൊയ്തുണ്ണി പറയുന്നു. മുട്ട, പാൽ, നെയ്യ്, തൈര് തുടങ്ങിയവ വിൽക്കാൻ ഫാമിനോട് ചേർന്ന ഔട്ട്ലെറ്റ് ഉണ്ട്. കൃഷി, മൃഗസംരക്ഷണം എന്നിവയിൽ നിന്ന് ഒരു വർഷം 20 ലക്ഷത്തോളം രൂപ വരുമാനം ലഭിക്കുന്നു. TCV ന്യൂസ്, കുന്നംകുളം. ചിങ്ങപ്പുലരിയിൽ കണ്ണനെ കണി കാണാൻ ഭക്തജനപ്രവാഹം. വിവാഹ തിരക്ക് കൂടിയതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. നഗരത്തിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർക്ക് ദർശനം നടത്താൻ സാധിച്ചത്. പുലർച്ചെ 5 മുതൽ 4 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് ആരംഭിച്ചത്. വിവാഹ മണ്ഡപത്തിന് സമീപത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കിഴക്കേ നടയിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ഭക്തരെ നിയന്ത്രിച്ചു. വിവാഹം ഷീട്ടാക്കിയവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം താൽക്കാലിക കൗണ്ടർ പ്രവർത്തിച്ചു. ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമാണ് കല്യാണ മണ്ഡപത്തിന് സമീപത്തേക്ക് കടത്തിവിട്ടത്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും 100 വിവാഹങ്ങൾ നടന്നു. 180 വിവാഹങ്ങളാണ് ഇന്നത്തേക്ക് ഷീട്ടാക്കിയിരുന്നത്.
വിവാഹ തിരക്ക് വർദ്ധിച്ചതോടെ ക്ഷേത്രനഗരിയിലെ പാർക്കിംഗ് കേന്ദ്രങ്ങൾ നിറഞ്ഞു. ഇതോടെ റോഡരികിൽ പാർക്ക് ചെയ്യേണ്ട സ്ഥിതിയായി. വൺ വേ സംവിധാനമായിരുന്നിട്ട് കൂടി വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെയും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിരുന്നു. ചിങ്ങമാസത്തിൽ റെക്കോർഡ് വിവാഹങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കാറ്. ഇത്തവണ ചിങ്ങത്തിൽ 1500ഓളം വിവാഹങ്ങളാണ് ഇതുവരെ ഷീട്ടാക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കണക്കാണിത്. ഇത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഒന്നാം ഓണദിനമായ സെപ്റ്റംബർ 4-ന് 87 വിവാഹങ്ങളുണ്ട്. തിരുവോണ ദിവസം 5 വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 190 വിവാഹങ്ങൾ ഷീട്ടാക്കിയ ഓഗസ്റ്റ് 31-നാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. TCVക്ക് ഇന്ന് 22ാം പിറന്നാൾ. 23ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകർ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തൃശൂരിന്റെ ദൃശ്യമാധ്യമ വാർത്താശീലങ്ങളിലേക്ക് നാടിന്റെ ഹൃദയസ്പന്ദനവുമായാണ് TCV കടന്നുവന്നത്. വാർത്തകൾ ആഘോഷങ്ങളുടെ കെട്ടുകാഴ്ചകളാകുമ്പോൾ നാട്ടുവഴിയോരങ്ങളിലെ ആരും കാണാത്ത ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ ക്യാമറ തിരിക്കുന്നു. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കാണാക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. 22ാം പിറന്നാൾ ദിനത്തിൽ അഭിമാനത്തോടെ പറയാൻ കഴിയും തൃശൂരിന്റെ ശബ്ദമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന്. ജില്ല കുലുങ്ങിയ വാർത്താ മുഹൂർത്തങ്ങൾ, സാംസ്കാരിക തലസ്ഥാനം നെഞ്ചിടിപ്പോടെ കണ്ട ചരിത്ര സാക്ഷ്യങ്ങൾ, വിവിധ മേഖലകളിലെ കണ്ണീരും കിനാവും കിരീട നേട്ടങ്ങളും. എപ്പോഴും ഞങ്ങളുടെ വാർത്താ സംഘം ജാഗരൂകരാണ്. സമകാലീന യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളുലയ്ക്കുന്ന നേർചിത്രങ്ങൾ വിട്ടുപോകുന്നേയില്ല. സാമൂഹ്യ ഉത്തരവാദിത്വം മറക്കാതെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ഞങ്ങൾ അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ഒപ്പം നാടിന്റെ അഭിമാന നിമിഷങ്ങളിലെ നിറകൺ ചിരികളിൽ കൂടെ കൂടി ആഘോഷിക്കുന്നു. ദൃശ്യമാധ്യമ രംഗത്തെ കടുത്ത മത്സര കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോഴും നിലപാടുകളിൽ TCVക്ക് വിട്ടുവീഴ്ചയില്ല. പ്രേക്ഷക ലക്ഷങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയോടെ ഞങ്ങൾ മുന്നോട്ടു പോവുകയാണ്. വാർത്തകളുടെ വഴിയിൽ, വസ്തുതകളുടെ ദിശയിൽ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. കൊമ്പൻ കുളക്കാടൻ കുട്ടികൃഷ്ണനാണ് ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞൂടിയത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. 11 ആനകളാണ് ആനയൂട്ടിനെത്തിയത്. ആനയൂട്ട് കഴിഞ്ഞ് കൊട്ടിലാക്കൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കുളക്കാടൻ കുട്ടികൃഷ്ണൻ ഇടഞ്ഞത്. അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തു. പെട്ടെന്ന് മറ്റാനകളെ പാപ്പന്മാർ സ്ഥലത്ത് നിന്ന് മാറ്റി. ആനകൾ ഇടഞ്ഞതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി. പലർക്കും നിസ്സാര പരിക്കേറ്റു. സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആനയെ പാപ്പാന്മാർ തന്നെ തളച്ചു. കുളക്കാടൻ കുട്ടികൃഷ്ണന്റെ പാപ്പാൻ ഷൈജുവിന് താഴെ വീണ് തോളിന് ചെറിയ പരിക്കേറ്റു. അമ്പാടി മഹാദേവൻ എന്ന ആനയ്ക്ക് ഇടത്തെ കൊമ്പിന് താഴെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറി. ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. 20 വരെ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. ശക്തമായ മഴയെ തുടർന്ന് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനാണ് നടപടി. രാവിലെ 8 മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടിയാണ് ഉയർത്തിയത്. ഇതോടെ 5 ഇഞ്ച് വീതം ഷട്ടറുകൾ തുറന്നു. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 9 വർഷമായി നിർമ്മാണം നിലച്ച അയ്യന്തോൾ മോഡൽ റോഡിന്റെ പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. 21 വർഷം മുൻപാണ് ഈ റോഡിന്റെ പണി ആരംഭിച്ചത്. അയ്യന്തോൾ നിർമ്മല സ്കൂൾ മുതൽ പുഴയ്ക്കൽപ്പാടം ജംഗ്ഷൻ വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ്
ഇനിയും പൂർത്തിയാകാനുള്ളത്. 5 വർഷം മുൻപ് മോഡൽ റോഡിനായി 20 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ വർഷങ്ങളായി ഇവിടെ റോഡ് വികസനം നടക്കുന്നില്ല. വികസനം നടക്കാത്തതിനാൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായിരിക്കുകയാണ്. 20 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് പുതിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 25 മീറ്റർ വീതിയിൽ റോഡ് പണിയണമെന്ന തീരുമാനം വന്നത്. ഇതുമൂലം സ്ഥലം അളക്കൽ, കല്ലിടൽ തുടങ്ങിയ നടപടികൾ പുനരാരംഭിക്കണം. പുതിയതായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അലൈൻമെന്റ് നിശ്ചയിക്കുന്നത് പക്ഷപാതരഹിതമാകണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. സ്ഥലവും കെട്ടിടവും നഷ്ടപ്പെടുന്നവർക്ക് നീതിപൂർവമായ നഷ്ടപരിഹാരം മുൻകൂർ നൽകണം. വ്യാപാരികളെ പുനരധിവസിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അയ്യന്തോൾ വയല കൾച്ചറൽ സെന്റർ ഹാളിൽ ചേർന്ന യോഗത്തിൽ ഉപഭോക്തൃ സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജെയിംസ് മുട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. TI കെ മൊയ്തു, ഭാസ്കരൻ കെ വടക്കേതിൽ, വിനോദ് കുറുവത്ത്, PS നാരായണൻകുട്ടി, പ്രൊഫസർ രാജു ജോൺ, TM രഘുനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ മാൻഹോളിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. രൂക്ഷമായ ദുർഗന്ധത്തിൽ വലഞ്ഞ് യാത്രക്കാർ. പടിഞ്ഞാറെ നടയ്ക്കും കൈരളി ജംഗ്ഷനും ഇടയിലുള്ള മാൻഹോളിൽ നിന്നാണ് മാസങ്ങളായി ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. രാവിലെയും മഴ ശക്തമാകുമ്പോഴും മാലിന്യത്തിന്റെ കുത്തൊഴുക്ക് വർദ്ധിക്കും. റോഡിന് നടുവിലെ മാൻഹോളിൽ നിന്നുള്ള മലിനജലം കാനയിലേക്കാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രികരുടെ ദേഹത്തേക്ക് മലിനജലം തെറിക്കുന്നുണ്ട്. ചുറ്റുവട്ടത്ത് ദുർഗന്ധവും രൂക്ഷമാണ്. ഇതുമൂലം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത്. ലൈനിൽ ബ്ലോക്ക് വരുമ്പോഴാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. പരാതികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ മാൻഹോൾ വൃത്തിയാക്കാറുണ്ടെങ്കിലും വീണ്ടും പഴയപടിയാകും. ഇതുവരെ ശാശ്വത പരിഹാരം കാണാനായിട്ടില്ല. 25 കോടി രൂപ ചെലവിട്ട് പൂർത്തീകരിച്ച പദ്ധതി 2022 ഏപ്രിൽ 16 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പദ്ധതി കമ്മീഷൻ ചെയ്ത് വർഷം തികയുമ്പോഴേക്കും മാലിന്യം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഇതേ തുടർന്ന് മാൻഹോളുകളിൽ ഇറങ്ങി വൃത്തിയാക്കാവുന്ന തരത്തിലുള്ള യന്ത്രം വാങ്ങിയിരുന്നു. ഈ ലക്ഷങ്ങൾ വെള്ളത്തിലായെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വാട്ടർ അതോറിറ്റിക്കാണ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല. പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതി സ്വീകരിക്കാൻ പോലും വാട്ടർ അതോറിറ്റിയിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്ത അവസ്ഥയാണെന്ന് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. ഈ മാൻഹോളുകൾ സംരക്ഷിക്കേണ്ട ആൾക്കാര് വാട്ടർ അതോറിറ്റിയാണ്. ഈ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ പോയാൽ ഒരു ഉദ്യോഗസ്ഥൻ AE AXE അടക്കം ആരുമില്ല. ആരുടെ അടുത്തും നമ്മൾ പരാതി പറയും. ഈ മാൻഹോളുകൾ കൃത്യമായി ശുചീകരിച്ചിരുന്നു വെച്ചാൽ ഇങ്ങനെ ഒരു പുറത്തേക്ക് അഴുക്ക് വെള്ളം ഒഴുകണ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇതിന്റെ അഴുക്കുചാൽ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഒരു വലിയൊരു യന്ത്രം കൊടുത്തിരുന്നു. ആ യന്ത്രം ഇപ്പൊ എവിടെ? അന്ന് ആ സമയത്ത് കൃത്യമായി ക്ലീനിങ് നടന്നിരുന്നു. ഓരോ മാൻഹോളും ക്ലീനിങ് നടന്നിരുന്നു. ഇപ്പൊ ക്ലീനിങ് നടക്കാത്തതുകൊണ്ട് എവിടെ ബ്ലോക്ക് വന്നാലും ഈ മാൻഹോളുകൾ പൊട്ടി പുറത്തേക്ക് ഒഴുകും. മാൻഹോളുകളുടെ വശങ്ങളിലെ ടാറിംഗ് ഇളകിയത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ശോഭ പരാതിപ്പെട്ടു. നഗരം മാലിന്യമുക്തമാക്കേണ്ട നഗരസഭ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുന്നതും നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രശസ്ത വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുരേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെ വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിൽ വെടിക്കെട്ടിന് നേതൃത്വം നൽകിയിരുന്നു. അടുത്തിടെയുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചിരുന്നതായാണ് അറിയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനയിൽ പ്രതിഷേധിച്ച മരത്താക്കര മേരി ഇമ്മാക്കുലേറ്റ് പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചു. വികാരി ഫാദർ ജോബ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിൽ മാങ്ങൻ, കൈക്കാരന്മാരായ ഗിൽറോയ് ചീനപ്പള്ളി, ലിൻറ്റോ ദേവസി എന്നിവർ പങ്കെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫെറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, ജോയ് ചെമ്പകശ്ശേരി, ആൻഡ്രൂ ചെതലൻ, ഫ്രാൻസിസ് മംഗലൻ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം 3 പീടികയിൽ പലചരക്ക് കട കുത്തി തുറന്ന മോഷണ ശ്രമം. അറവുശാല പെട്രോൾ പമ്പിന് സമീപം ഖാദർ സ്റ്റോഴ്സാണ് കുത്തി തുറന്നത്. കടയുടെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. മേശവലിപ്പ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് മോഷണ ശ്രമം നടത്തിയിട്ടുള്ളത്. കടയിൽ കയറിയ ആളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി SNTP യൂണിയൻ പതാക ദിനം ആചരിച്ചു. ചാലക്കുടി പുഴമ്പാലത്തിന് സമീപം സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. ആക്ടിംഗ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൌൺസിലർമാരായ അനിൽ തോട്ടവീതി, PR മോഹനൻ, വനിതാ സംഘം സെക്രട്ടറി അജിത നാരായണൻ, യൂത്ത് യൂണിയൻ സെക്രട്ടറി മനോജ് പള്ളിയിൽ എന്നിവർ സംസാരിച്ചു. യൂണിയൻ പരിധിയിലെ 64 ശാഖകളിലും പതാക ഉയർത്തി.
171ാമത് ശ്രീനാരായണ ജയന്തി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ശ്രീനാരായണ ധർമ്മ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. തൃശൂർ മെട്രോപൊളിറ്റൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി കെ ഗോപിനാഥൻ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജയൻ തോപ്പിൽ, ശിവദാസ് മങ്കുഴി, SNBP യോഗം ഡയറക്ടർ ജിനേഷ് കെ വിശ്വനാഥ്, അജിത സന്തോഷ്, സജീവൻ ചെവൂർ, ഷാജി തൈവളപ്പിൽ, കാഞ്ചന ബാബുരാജ്, ശ്യാം തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 7-ന് ഉച്ചതിരിഞ്ഞ് കയ്പമംഗലം വലിയാലിക്കൽ മൈതാനിൽ നിന്നും ആരംഭിക്കുന്ന ജയന്തി ഘോഷയാത്ര കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ സമാപിക്കും. ചേർപ്പ് പഞ്ചായത്തിൽ കർഷക ദിനാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിവിധ മേഖലയിലെ കർഷകരെ ആദരിച്ചു. കൃഷി ഓഫീസർ ഷിസ ഉല്ലാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് VN സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ കാർഷിക മേഖല ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. അതിനെ എങ്ങനെ മെച്ചപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. മധുരം പങ്കുവച്ചും പരസ്പരം ആശംസകൾ കൈമാറിയും തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമാക്കി. മൃതദേഹം വിട്ടുകൊടുക്കാൻ സ്വന്തം വള ഊരിക്കൊടുത്തും ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചു നൽകിയും ആംബുലൻസിന് മുന്നിൽ ഓടി രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഗതാഗത കുരുക്കിനുള്ളിൽ വഴിയൊരുക്കിയും കാരുണ്യത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും പ്രതീകമായി മാറിയ തൃശൂർ സിറ്റി പോലീസ് ASI അപർണ ലവകുമാർ പതാക ഉയർത്തി. തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രുതി ASI അപർണയെ പൊന്നാടയണിയിച്ചും സ്നേഹോപഹാരം കൈമാറിയും ആദരിച്ചു. ഇടവേള. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ട്. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം. വാർത്തയിലേക്ക്. ബ്രഹ്മകുളം പാലാ ബസാറിൽ സ്കൂട്ടർ യാത്രയ്ക്കിടെ തലകറങ്ങി വീണ വയോധികന് പരിക്കേറ്റു. പാവറട്ടി കാക്കശ്ശേരി തോട്ടുപുരയ്ക്കൽ വേണുവിനാണ് പരിക്കേറ്റത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. ഇയാളെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി പാവറട്ടി യൂണിറ്റ് കൺവെൻഷനും 14ാം വാർഷികാഘോഷവും നടത്തി. മണലൂർ ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AM വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. KV സുരേഷ്, KG സന്തോഷ് കുമാർ, NG വത്സൻ, VL സെബി, CJ സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശഭക്തിഗാന സദസ്സായ ഭാരതീയം നടന്നു. 300ഓളം കുട്ടികൾ അണിനിരന്നു. വിദ്യാർത്ഥികളിൽ ദേശീയ അവബോധവും മാതൃരാജ്യസ്നേഹവും ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടിപ്പിച്ച ഭാരതീയം ദേശഭക്തിഗാന സദസ്സ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി, നഗരസഭാ കൌൺസിലർമാരായ ജിൻസി ജോയ്സൺ, K അജിത് കുമാർ, KT ജോയ്, ദേശഭക്തിഗാന സദസ്സിന് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ടീഷർട്ട് സ്പോൺസർ ചെയ്ത ഡാൽമിയ സിമൻസിലെ ടെക്നിക്കൽ ഹെഡ് അബിപാൽ, AB ബിൽഡിംഗ് ആൻഡ് മെറ്റീരിയൽ MD അഷ്റഫ്, സ്കൂൾ മാനേജർ ശശികുമാർ, സ്കൂൾ HM ഗീത സജീവ് മേനോൻ, PTA പ്രസിഡന്റ് സണ്ണി CA,
പ്രിൻസിപ്പൽ ഷീബ TG, MPTA പ്രസിഡന്റ് നേഹ അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 9 ദേശഭക്തി ഗാനങ്ങളാണ് സദസ്സിൽ ആലപിച്ചത്. പങ്കെടുത്ത 300ഓളം വിദ്യാർത്ഥികൾ അവധി ദിനങ്ങളിൽ സ്കൂളിലെത്തിയായിരുന്നു പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തത്. കുട്ടികൾക്ക് പരിശീലനം നൽകിയത് സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആൽബങ്ങളിൽ ഗായിക കൂടിയായിട്ടുള്ള പ്രിയമോളാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന പുതിയ തലമുറയെ ദേശത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമുള്ള ഒരു കൂട്ടായ്മയിലൂടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർവോദയം സ്കൂൾ ഭാരതീയം ദേശഭക്തിഗാന സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആദരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ നിഹാര ബഡ്സ് സ്കൂളിൽ ബഡ്സ് ദിനം ആഘോഷിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജനപ്രതിനിധികളായ ബിന്ദു പ്രദീപ്, ലീന ശ്രീകുമാർ, KD വിഷ്ണു, NB ജയ, ചെറുപുഷ്പം ജോണി, സീമ ഷാജു എന്നിവർ സംസാരിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാവർട്ടി യൂണിറ്റ് വാർഷിക പൊതുയോഗം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR പോൾസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KU മനോജ് അധ്യക്ഷനായിരുന്നു. NT പിയൂസ്, PD റോഷ്, MS സുനിൽ, OJ ജിഷോ, റോബർട്ട് നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. വൃക്ക അർബുദത്തെ തുടർന്ന് ചികിത്സയിലായ ദമ്പതികൾ ചികിത്സാ സഹായം തേടുന്നു. മുണ്ടത്തിക്കോട് അയ്യപ്പൻകാവിന് സമീപം താമസിക്കുന്ന പാമ്പുങ്ങൽ രംഗൻ സന്ധ്യ ദമ്പതികളാണ് വൃക്ക അർബുദ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. അച്ഛനും അമ്മയും രോഗബാധിതരായതിനെ തുടർന്ന് +1, +2 വിദ്യാർത്ഥികളായ 2 മക്കൾ പഠനം നിർത്തി. സ്വന്തമായി വീടോ ചികിത്സയ്ക്ക് പണമോ ഇല്ലാതെ കുടുംബം വലയുകയാണ്. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ മുൻകൈയെടുത്ത് രംഗൻ സന്ധ്യ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രംഗനും സന്ധ്യയ്ക്കും കുട്ടികൾക്കും ഒരു വീട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. വീട് പണിക്കും ചികിത്സാ സഹായത്തിനുമായി സുമനസ്സുകളുടെ സഹായം സ്വീകരിക്കാൻ മുണ്ടത്തിക്കോട് കേരള ഗ്രാമീൺ ബാങ്കിൽ ജനകീയ സമിതിയുടെ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രാമീണ ബാങ്കിന്റെ 407391105358 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. 1.5 മണിക്കൂർ കൊണ്ട് ശേഖരിച്ചത് 1 ലോഡ് പ്ലാസ്റ്റിക് മാലിന്യം. മുനക്കൽ ബീച്ചിനെ മാലിന്യമുക്തമാക്കി ശ്രമദാനം. SN പുരം റൈഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ എറിയാട് പഞ്ചായത്ത്, മുസ്രീസ് പൈതൃക പദ്ധതി, NSS എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ അഴീക്കോട് മുനക്കൽ ബീച്ച് ശുചീകരണത്തിൽ ശേഖരിച്ചത് ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ്. SN പുരം റൈഡേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾക്കൊപ്പം നിരവധി വിദ്യാർത്ഥികളും ശുചീകരണത്തിൽ പങ്കാളികളായി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. SN പുരം റൈഡേഴ്സ് ക്ലബ്ബ് രക്ഷാധികാരി KK ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് അനു കാരണത്ത്, സെക്രട്ടറി പ്രേംശങ്കർ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ലളിതകലാ അക്കാദമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനത്തിൽ ഗാന്ധി നടന്ന വഴികൾ എന്ന വിഷയത്തിൽ KPCC ജനറൽ സെക്രട്ടറി M. ലിജു പ്രഭാഷണം നടത്തി. കേന്ദ്ര സർക്കാർ സ്വച്ഛ് ഭാരതിന്റെ പ്രതീകമായി ഗാന്ധിജിയെ ചുരുക്കാൻ ശ്രമിക്കുന്നുവെന്ന് M. ലിജു പറഞ്ഞു. തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയുടെ മന്ത്രാലയം അദ്ദേഹത്തെ സവർക്കറിന് താഴെ പ്രതിഷ്ഠിച്ച പോസ്റ്റർ ഇറക്കി സ്വയം അപഹാസ്യരാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. PS ഷാനു അധ്യക്ഷത വഹിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 53ാമത് ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ഗത്തം ദുവായ്ക്ക് സെയ്ദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ നേതൃത്വം നൽകി. KF ഷംഷുദ്ദീൻ മുസ്ലിയാർ പൊന്മാനിക്കുടം, ഹാഫിൽ അനസ് ബാഗവി, KS ഷിഹാബുദ്ദീൻ, KS സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകയും മുൻ അധ്യാപികയുമായ കുന്നംകുളം പീശപ്പള്ളി മനക്കൽ ശ്രീദേവി അന്തർജനം അന്തരിച്ചു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പട്ടിക്കാട്, ഒളരി, കടവല്ലൂർ, കൊരട്ടിക്കര സർക്കാർ സ്കൂളുകളിൽ അധ്യാപികയായിരുന്നു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ LP വിഭാഗത്തിൽ പ്രധാന അധ്യാപികയായി പ്രവർത്തിക്കുമ്പോഴാണ് വിരമിച്ചത്. കുന്നംകുളം വൈസ്മാൻ ക്ലബിന്റെ ചാർട്ടർ ഡേയും പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണവും നടന്നു. കുന്നംകുളത്ത് നടന്ന പരിപാടി ബിന്ദു അപ്പുമോൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. വൈസ്മാൻ മുൻ റീജിയണൽ ഡയറക്ടർ വർഗീസ് അംഗത്വ വിതരണം ചെയ്തു.
കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും തൃശൂരിൽ നടന്നു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കലാ ട്രസ്റ്റ് ചെയർമാൻ AK ബാലൻ അധ്യക്ഷത വഹിച്ചു. KV അബ്ദുൾ ഖാദർ, KK സുദർശൻ, മേയർ MK വർഗീസ്, ബെന്യാമിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഭാഗം കൂടി പ്രധാന തീയതി തൊഴിലാളിയുടെ ശമ്പളം തൊഴിലിടങ്ങൾ സുരക്ഷ. തൃശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. തിരുവമ്പാടി ക്ഷേത്രത്തിലേക്ക് ഗജഘോഷയാത്രയുമുണ്ടായി. തുടർന്ന് പഞ്ചാരിമേളവും അരങ്ങേറി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചന്ദ്രാപ്പിനി വില്ലേജ് സമ്മേളനം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, KB സുധ, ബൈന പ്രദീപ്, ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു. പുത്തൻപിടിക ശ്രീ തോന്നിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറയെ ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി പഴങ്ങാപ്പറമ്പ് ഹരിനാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ബിജു അണ്ടേഴത്ത്, റിനോയ് നമ്പിയത്ത്, സുരേഷ്, ഭാസ്കരൻ, ബേബി, ഭരതൻ, ഷീജ, രഘു എന്നിവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് BMS ഡ്രൈവേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം RMS സ്കൂളിൽ നടന്നു. മേഖലാ ജനറൽ സെക്രട്ടറി വിനു കൈപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. സുരേഷ് തിരുത്തിയിൽ അധ്യക്ഷത വഹിച്ചു. മുകുന്ദൻ വേലൂർ, ജിത്തു തയ്യൂർ, K സനിൽകുമാർ, ജോൺസൺ വേലൂർ, യേശുദാസ് തേറുമടം എന്നിവർ സംസാരിച്ചു. BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. BJP താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് VV വിനോദ് അധ്യക്ഷത വഹിച്ചു. സുനിൽ പറമ്പിൽ, റിനി കൃഷ്ണദാസ്, AP ജാൻസി, ഷൈൻ നെടിയൂരിപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് G-മാർട്ടിന്റെ 61ാമത് ഹൈടെക് ഷോറൂം തൃശൂർ പൂത്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ വിതരണ ശൃംഖലയായ ഗോപു നന്ദിലത്ത് G-മാർട്ടിന്റെ തൃശൂരിലെ 10ാമത് ഷോറൂമാണ് പൂത്തോളി.